അവരുടെ കൊച്ചി എന്നാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. മർണികാസിന് മാത്രമേ ഇടാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ എന്തുവാ അങ്ങനെയൊക്കെ ഇട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതൊക്കെ ഇവനെ ഓടിച്ച് 2000 മുരളിയൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോ ഇവന്മാരെല്ലാം എന്നെ ഓടിച്ച് അവിടുന്ന് അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഈ നാട്ടുകാരെല്ലാം പറയാൻ തുടങ്ങിയത്. എന്നോട് ചോദിക്കാൻ തുടങ്ങി ഉള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നാട്ടുകാർ പറയുന്നത്. നിങ്ങളുടെ അനിയൻ എന്താ എന്തിനാ ആത്മഹത്യ ചെയ്തു? എനിക്ക് ആത്മഹത്യ ചെയ്തു. നമുക്ക് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു ആത്മഹത്യയാണോ എന്തുവാണെന്നും. ആത്മഹത്യ ചെയ്തു എന്തിനാ? ആര് പറഞ്ഞു? അപ്പൊ ഇങ്ങനെ ഇവിടൊക്കെ പറയുന്നത് നിങ്ങളുടെ അമ്മ കൊച്ചിരവി എന്ന് പറയുന്നവർ അവനുമായിട്ടും ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനായിട്ടൊക്കെ ഭയങ്കര വഴക്കായിരുന്നു. കാരണം ഇങ്ങനെ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞതിന് വഴക്കായിരുന്നു എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ഇപ്പൊ ഇവരൊന്നും സമ്മതിക്കുന്നിരുന്നു. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഭയങ്കര ശല്യമായിരുന്നു നമ്മളോട്. എന്നിട്ട് ഇവർക്ക് നമ്മളോട് ഭയങ്കര ശല്യമാണ്. കുറച്ച് ആവുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തോ കൂടോത്രങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും. എന്റെ അമ്മയെന്ന് പറയുന്ന സ്ത്രീക്ക് എന്തൊക്കെയോ കൂടോത്രം ചെയ്തിട്ട് നമ്മളോട് എതിരാക്കുന്ന സ്വഭാവം, നമ്മളെ ഇവിടെ ഒറ്റയ്ക്കാക്കുന്ന സ്വഭാവം, അങ്ങനെ പലതും ഉണ്ട്. നമ്മളെ ഒറ്റയ്ക്കാക്കി വകവരുത്തണം എന്നുള്ള സ്വഭാവം. അത് 2019 നടന്നു. എന്നിട്ട് പിന്നെ ഈ കൊച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതെല്ലാം ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെയാണ് രണ്ടുപേരെ ന്യൂമറോളജി പ്രകാരം ഇങ്ങനെയൊക്കെ ഇടാവും. ഇനീഷ്യൽ ഇവന്മാരുടെ പേരൊന്നും വിടരുതെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഈ ബിജുപി കൊണ്ടുവന്ന് എന്റെ കൊച്ചിന്റെ പേര് മാളവിക ബിജു നന്നാക്കി അങ്ങനെ. അപ്പൊ എന്താ ന്യൂമറോളജി പ്രകാരം ഉള്ളത് മാറിയോ? സാധാരണ കറക്റ്റായിട്ട് ന്യൂമറോളജി പ്രകാരം ആണെങ്കിൽ നമ്മളത് ചേഞ്ച് ചെയ്യും. ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. അങ്ങനെ ചേഞ്ച് ചെയ്തെല്ലാം മാറ്റി ഇതോട്ടൊക്കെ ഇങ്ങനെ ലേസർ ഇങ്ങനെ അടിക്കുകയാണ് നമ്മുടെ. അപ്പൊ ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്ത് മാറ്റിയെല്ലാം ഇതാക്കി. അപ്പൊ എന്റെ കയ്യിലുണ്ട് എവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൊച്ചിന്റെ പേര് ന്യൂമറോളജി പ്രകാരം ആണെന്ന് പറഞ്ഞിട്ട് മാറ്റിയതിന് മാളവിക ഡി എന്നുള്ള ആധാർ കാർഡും മാളവിക ബിജു എന്നുള്ള ആധാർ കാർഡും എന്റെ ഇരിപ്പുണ്ട് തെളിവായിട്ട്. അപ്പൊ ഇങ്ങനെല്ലാം പല രീതിയിൽ ഇവന്മാര് പല പല കള്ളത്തരങ്ങൾ നമ്മളോട് ചെയ്തിട്ടുണ്ട്. പല പല കള്ളത്തരങ്ങൾ. എന്തിനാ നമ്മുടെ കൊച്ചിന്റെ പേര് മാറ്റിയത് അറിയത്തില്ല. ഇനീഷ്യല് മാറ്റുന്നത് ആദ്യമായിട്ട് കേൾക്കും. ഇനീഷ്യല് അവൻ ആദ്യം പറഞ്ഞതാണ് ന്യൂമറോളജി പ്രകാരം എഴുതുന്നതെന്ന് പറഞ്ഞിട്ടാവും പിന്നെ എന്തിനാണ് മാളവിക ബിജു എന്ന് ഇട്ടത്. ന്യൂമറോളജി പ്രകാരമാണെങ്കിൽ മാളവിക ഡി എന്ന് തന്നെ ഇവൻ ഇട്ടുണ്ടായിരുന്നു. അപ്പം പേര് കൊണ്ട് മാറ്റി മാളവിക ബിജു ആക്കി. മാളവിക ബിജു ഇവരെ സുബ്രഹ്മണ്യൻ ചോദിക്കുന്നത് നിന്റെ നമ്മൾ ഇവനെ ഡിവോഴ്സ് ചെയ്ത് ഇവൻ ചോദിക്കാൻ ആരാണ് നിന്റെ അവനെന്ത് ചെയ്യും? നിന്റെ അവൻ ഇങ്ങനെ അല്ലയോടി പോയത് അങ്ങനെ അല്ലയോടി ഇവൻ കുറെ കഥകൾ ഉണ്ടാക്കുന്നത്. ഇവന്റെ കഥയൊന്നും ഉണ്ടാക്കാനില്ല. ഞാൻ ഇവിടുന്നല്ല ഡിവോഴ്സ് ചെയ്ത് പറഞ്ഞേ. അവനെ ഞാൻ അവന്റെ വീട്ടിൽ 2014 ഇവിടുന്ന് പോയത് 2017 വരെ അവന്റെ അവിടെ താമസിച്ചതാണ്. അവിടെ നമ്മളെ ഓടിച്ചിറക്കിയതിന് പല പല ആൾക്കാരും നമുക്ക് സാക്ഷിയുണ്ട്. അവരെല്ലാം പറഞ്ഞ് കൊച്ചു പൊക്കോളാ. പോലീസുകാർ വരെ പറഞ്ഞ് കൊച്ചു കൊച്ചിന്റെ വീട്ടിൽ പോകുന്നു പറഞ്ഞുകൊണ്ട് ഇവനൊരു സാഡിസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇവൻ ഒത്തിരി നോക്കി നമ്മളെ പല രീതിയിൽ ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓരോ അവന്മാരെല്ലാം പോയി കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നമ്മളെ എങ്ങനെയെങ്കിലും വകവരുത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളെല്ലാം സ്വത്തുക്കൾ പിടിച്ചു പറിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. ശ്രീരാജ് പണിക്കറും കുറെ അവന്മാരോട് ഇവരുടെ ഭർത്താവിന്റെ നിങ്ങൾ ചോദിക്കണം. നിന്റെ ഭർത്താവിന് എങ്ങനെയാണ് ഈ ചത്തതെന്ന് ചോദിക്കണം. ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം ആത്മഹത്യ ചെയ്തതാണെന്നാണ് പറയുന്നത്. അതെന്തു വഴി? അതുപോലെ തന്നെയാണ് എന്നെയും ഇവിടെ ഒറ്റയ്ക്കാക്കിയേച്ച് ഇതുപോലെ കഥയുണ്ടാക്കി ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നുള്ള കഥകൾ ഉണ്ടാക്കാൻ ഇവന്മാർ ശ്രമിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ പ്രമാണം ഞാൻ ആർക്കോ എവിടെയോ എഴുതി എന്റെ വീടും വസ്തു എഴുതി വെച്ചിരിക്കുന്ന കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സുബ്രഹ്മണ്യൻ എന്നും ഇതാക്കി. അപ്പം ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് എനിക്ക്. അങ്ങനെ പൈസ എല്ലാം എടുത്ത് എന്റെ സ്വത്തുക്കളും വീടും എല്ലാം നശിച്ച് അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ കൊല്ലാൻ ഇവന്മാർ ശ്രമിച്ചു. പക്ഷെ നമുക്ക് ഞാനും പലതും പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്നത് ബുദ്ധിയോടെ പ്രവർത്തിക്കാനല്ലയോ. അന്നേരം ഞാൻ വിചാരിച്ചു ചെല്ലമുരളി ഇങ്ങനെ കൊന്നതാണെന്നും എല്ലാം എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാനിവിടെ എഴുതി വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നു, എന്നെ ഇങ്ങനെ പലരും പീഡിപ്പിക്കുന്നു, ഞാൻ ഇവരുടെയൊക്കെ കൂടെയാണെന്ന് വരുത്താൻ തീർക്കുന്നു. ഇവിടെ നടന്ന കഥകളെല്ലാം നമ്മൾ എഴുതി വെച്ച് അപ്പോഴത്തേന് ചിലവർക്ക് വെപ്രാളം അയ്യോ ഇതെല്ലാവരും നാട്ടുകാരെല്ലാം കാണുന്നു. അപ്പോഴത്തേന് ഇവന്മാര് എല്ലാരും കാണാൻ തുടങ്ങി. എന്ന് വെച്ചാൽ എല്ലാവരും പേര് എനിക്കെതിരെ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചപ്പോഴത്തേന് എന്റെ കാർ എടുത്തോണ്ട് പോകണവരവന് എന്റെ കാർ എന്റെ മുറ്റത്തൂന്ന് എടുത്തോണ്ട് പോകണം. അതും എന്തുവാ അവന്റെ പേരെന്ന് പറയുന്നത് ഈ ബിജു എന്ന് പറയുന്നവർ അവനാണ്. അവനും എല്ലാം കൂടെ ഇവിടെ കാർ വണ്ടി എടുത്തോണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞാൽ എന്റെ വണ്ടി ഇവന്മാരാരാണ് എടുത്തോണ്ട് പോകാനും. അപ്പൊ ഞാൻ അതേലും എഴുതി വെച്ചു ഇങ്ങനെ എന്തൊക്കെയാണ് കാരണങ്ങളെന്നൊക്കെ ഉള്ളത്. അപ്പോഴത്തേനും എന്നെ ഇവിടുന്ന് എന്റെ 5 CCTV ക്യാമറ ഒക്കെ അടിച്ച് പൊട്ടിക്കേറ്റ് എല്ലാം ഇവന്മാര് ഇങ്ങനെ ചെറുകുട്ടികളെ ശശി എന്ന് പറയുന്ന ഒരു CPM കാരനെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മുടെ പേരെ തല്ലിപ്പൊളിച്ച് നമ്മളെ കയറി ബലമായി പിടിച്ചുകൊണ്ട് പോയി. ഇതാണ് നടന്നത്. അല്ലെങ്കിൽ ഇതൊന്നും വൈറ്റ് വാഷ് ചെയ്ത് കളയാനൊന്നും പറ്റത്തില്ല. അങ്ങനെ അതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ സംഗതികളും നമ്മളെ എങ്ങനെ പീഡിപ്പിച്ചു എന്നുള്ളത്.
ഇപ്പോഴും നമ്മൾ 5 CCTV ക്യാമറ പൊട്ടിക്കുന്നതിന്റെ എല്ലാം ഞാൻ ഈ യൂട്യൂബിനകത്ത് ഇതാക്കിയിട്ടുണ്ട്. ഏതവനൊക്കെയാ വന്ന് നമ്മുടെ CCTV ക്യാമറ പൊട്ടിച്ചതെന്നും നമ്മളെ ചീത്ത പറഞ്ഞ് അവിടെ പോയാൽ നമ്മളെ അധിക്ഷേപിക്കുന്നതുകളും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളെ അധിക്ഷേപിക്കുക എവിടെ പോയാലും ഇവന്മാര് നമ്മളെ പീഡിപ്പിക്കുക, എവിടെ പോയാലും നമ്മളെ പീഡിപ്പിക്കുക, എവിടെ പോട്ടെ ഇതുപോലെ നമ്മളെ വാങ്ങി വെച്ച് പീഡിപ്പിക്കുക. നമ്മുടെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. ഏതവനുണ്ട് അവകാശം നമ്മുടെ റൂമിൽ നമ്മൾ കാറ്റെടുത്ത അതിന്റെ മുന്നിൽ വന്ന് നിൽക്കാനും? ഇതുപോലെ ശല്യമായിരുന്നു നമ്മളോട്, ഭയങ്കര ശല്യം. ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം. അതുപോലെ ഏറ്റവും ഞാൻ ഡൽഹിയിൽ നിന്ന് പോരാൻ കാരണം ഒരു ദാഗർ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ, അവന്റെ ഫ്ലാറ്റിലായിരുന്നു നമ്മൾ അവസാനം താമസിക്കുന്നത്. അവൻ വന്ന് നമ്മുടെ കഥകളെല്ലാം തല്ലി പൊളിച്ച് മീറ്ററൊക്കെ അടിച്ച് പൊട്ടിച്ച്, മീറ്ററൊക്കെ അടിച്ചു പൊട്ടിക്കുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും എന്താ AC ഒക്കെ ഓണായിരുന്നു. അന്നേരം വല്ല കത്തുമൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മൾ ഇതൊക്കെ കത്തിയാൽ എന്തോ വരുന്നതെന്ന് അറിയാൻ പറ്റുമോ? അപ്പം അങ്ങനെയൊക്കെ ഇവൻ ചെയ്ത്. എന്നിട്ട് പോലീസുകാർ പറഞ്ഞ ഭയങ്കര കുടിയനാണ്. പോലീസുകാർ പറഞ്ഞു ഗോലി മാർഗൂങ്കിന്നും അതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇവൻ ഇപ്പം പറഞ്ഞതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് ഇവൻ എന്തെല്ലാമാണ് ചെയ്തതെന്നുള്ളതെല്ലാം. അങ്ങനെ ഭയങ്കര പീഡനങ്ങളാണ്. നമ്മൾ എവിടെ പോയാലും നമ്മളെ വളഞ്ഞു വെച്ച് ഉപദ്രവിക്കുക. നമ്മളിപ്പോ ഒരു ദിവസത്തേക്ക് ഒരു ജയ്പൂരിൽ പോയെന്ന് വെച്ചു, അവിടെ ഇതുപോലെ തന്നെ നമ്മുടെ ഹോട്ടലിൽ പോയാലും കുറെ അവളുമാരും കുറെ കൊച്ചുങ്ങളെ കൊണ്ട് വെച്ച് നമ്മൾ കഴിപ്പിക്കുക. ഭയങ്കര ശല്യങ്ങളാണ്. ഹോട്ടലിലൊക്കെ പോയി ഇങ്ങനെ ശല്യമുണ്ട്. നമ്മൾ ഒരു ഹോട്ടലിലൊക്കെ പോയാൽ അവിടെ ആൾക്കാരെ പോലും കാണത്തില്ല. റൂമിൽ എല്ലാവരും കയറി നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് അങ്ങനൊന്നുമല്ല. കൊച്ചിനെയും കൊണ്ടൊന്നും നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിൽ നിൽക്കുക, നമ്മുടെ റൂമിൽ വന്ന് അടിക്കുക, നോക്ക് ചെയ്യുക, അങ്ങനെ പല പല വേലകളായിരുന്നു നമ്മുടെ അവിടെ. അങ്ങനെ എവിടെ പോയാലും ഭയങ്കര ശല്യങ്ങളായിരുന്നു നമ്മളോട്. അത്ര ഇപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ മുന്നിൽ വന്ന് യൂട്ടേൺ എടുത്ത് പോവുക, അങ്ങനെ ഭയങ്കര ശല്യമാണ്. ഭയങ്കര ശല്യമാണ് ഇപ്പോഴും നടത്തുന്നവന്മാര്. ഇതുവരെ ഒരു വഴിയുണ്ട് സുബ്രഹ്മണ്യം ഇപ്പം ഞാൻ ഇട്ടിട്ടുണ്ടൊരു ഹെൽമെറ്റ് ഒക്കെ വെച്ചോ. അവൻ ഹെൽമെറ്റ് കൂടത്തില്ല, ഇങ്ങനെ ഹെൽമെറ്റ് ഒക്കെ വെച്ചാൽ ഈ കള്ളന്മാര് പോകുന്നത്. നിങ്ങൾ ATM വരെ എഴുതി വെച്ചിട്ടുണ്ട് ഹെൽമെറ്റ്. എന്താ ഹെൽമെറ്റ് കൂടിയാല് കള്ളത്തരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാര്, കള്ളങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹെൽമെറ്റും ഒക്കെ വെച്ച് ആൾമാറാട്ടം നടത്തുക. ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന മാസ്ക് വെച്ച് പോവുക, ഇങ്ങനെ വകവരുത്താൻ നോക്കി ഇതുപോലെ ഈ കഥകളുണ്ടാക്കി. ഇപ്പോഴും അവൻ എന്റെ സ്വത്ത് മോചനമൊക്കെ അടിച്ചു നോക്കാൻ, എന്റെ സ്വത്ത് എന്തോ സഹദേവന്റെ സ്വത്ത് രത്നമ്മയുടെ മോളിൽ ഇവൻ എന്റെ സ്വത്തിന്റെ കാര്യം പറയുന്നത് ഇവൻ ആരാണ്? ഇവൻ എന്റെ അവകാശമോ കണ്ട പെണ്ണുങ്ങളുടെ സ്വത്തിന്റെ കാര്യം പറയുന്നത് ഇവൻ ആരാ? എന്റെ പ്രമാണം എല്ലാം നമ്മൾ സേഫായിട്ട് ഡൽഹി വെച്ചിരിക്കുക. ഇവിടെ ഒന്നും ഇല്ല എന്റെ പ്രമാണം. ഇവൻ ആരാണ് ഇങ്ങനത്തെ കഥയുണ്ടാക്കാൻ എന്റെ പ്രമാണത്തിനെ കുറിച്ചൊക്കെ? എന്റെ പ്രമാണം ഒന്നും വിൽക്കാൻ, എന്റെ സ്ഥലമൊന്നും വിൽക്കാനൊന്നുമല്ല. ഇവിടെ വെച്ചിട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ. ഈ സ്ഥലമൊന്നും വിൽക്കേണ്ട കാര്യം. ഇവനിങ്ങനെ നടക്കുക എന്റെ പുറകെ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ. അവന്റെ മോനെ കൊണ്ട് ഇങ്ങനെ വിട്ട് കഥകളുണ്ടാക്കിയതൊക്കെ ആയിരുന്നു ജോലി. അതുപോലെ തന്നെ മുക്കുമിന്റെ ഇതും 25 എന്നുള്ളത് മാറ്റുമാര്, ലൊക്കേഷൻ മാറ്റുക. മുക്കുമിന്റെ അമ്മയുടെ കൂടെയാണ് സന്തോഷ്. നിങ്ങൾക്ക് പോയി തിരക്കാം. സന്തോഷ് ദേവി അവരുടെ പേര്. മുക്കുമിന്റെ അച്ഛനുണ്ടായിരുന്നു. 11-ാം തീയതി പോയത്. ഇന്നലെയാണ്. അപ്പം ഇന്ന് മുക്കുമിന്റെ ലൊക്കേഷൻ ഒക്കെ മാറ്റുക. 81. അപ്പൊ ഇത് നിയർ 25 ആർക്കബിൾ സെക്ടർ അതിനാണ്. ഇന്ന് രാവിലെ 81 എന്ന് കാണിക്കുക. അങ്ങനെ പലപ്പോഴും വന്നിട്ടുണ്ട് 81 എന്ന് കാണിച്ചുകൊണ്ട്. അതൊന്നും കറക്റ്റ് അല്ല. നമ്മൾ ശ്രദ്ധിക്കും നമ്മൾ. അങ്ങനെ പല കഥകൾ ഉണ്ടാക്കാൻ നോക്കുക. നമ്മളെ ഇതുപോലെ തന്നെ നമ്മളിവിടെ ആണെങ്കിലും ഇവിടെ അല്ല വേറെ എവിടെയൊക്കെയാണെന്ന് കഥകൾ ഉണ്ടാക്കുക. ഭയങ്കര കള്ളത്തരമാണ്. അതുപോലെ തന്നെയാണ് മുക്കുമിന്റെ വീട്ടുകാരും. മുക്കുമിന്റെ ഒരു വീട്ടിലും മുക്കുമിന്റെ ഒരു അച്ഛൻ്റെ അനിയൻ അയാളെ തല്ലിക്കൊന്നേച്ച് യുവമാര് പറഞ്ഞു അയാൾ വിഷം കുടിച്ച് മരിച്ചതാണ്. ഒരു മൂത്ത മോൻ സുരേന്ദ്രൻ എന്ന് പറയുന്ന തല്ലി കൊന്നേച്ച്. എന്നിട്ട് ഇതുപോലെ മുക്കുമിനെ ഇതുപോലെ വകവരുത്തണം എന്നുള്ള ഉദ്ദേശത്തോടാണ് ഇവരുമാര് നടക്കുന്നത്. ഇഷ്ടമുണ്ട് അവളും പിന്നെ കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ. മുക്കുമിന്റെ അച്ഛനും അമ്മയും എല്ലാം അങ്ങനെയാണ്. മുക്കുമിനോട് അത്ര വലിയ ഇങ്ങനെ എങ്ങനെയെങ്കിലും റെഡിയാക്കണം എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെ നമ്മുടെ ഇങ്ങനെ ഇൻഷുറൻസ് ഒക്കെ മറ്റുള്ളവരുടെ കയ്യിലോട്ട് വരത്തക്ക രീതി ഇതൊന്നും വാങ്ങിക്കുന്നില്ല എന്നൊക്കെ വരുത്തി തീർക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഈ കണ്ടവന്മാരെയൊക്കെ നമ്മൾ അറിയാത്തവന്മാരെയൊക്കെ നമ്മുടെ ഏതൊക്കെയോ നമ്മുടെ രക്ഷകർത്താവായിട്ടൊക്കെ അങ്ങ് അഭിനയിച്ചിട്ട് അവന്മാരുടെയൊക്കെ പേരിൽ ഹ്യൂജ് എമൗണ്ട് നമ്മളെയൊക്കെ തല്ലിക്കൊന്നേച്ചും ഇതുപോലെയൊക്കെ ചെയ്തേച്ച് അവന്മാരുടെയൊക്കെ പേരിലോട്ട് ഈ ഇൻഷുറൻസ് തുക ചെല്ലാൻ വേണ്ടിയിട്ട് കള്ളത്തരത്തിന് വേണ്ടിയിട്ട്